ഹായ് കൂട്ടുകാരെ, ഞാൻ ഉണ്ടാക്കാൻ വൈകിപ്പോയി. കണ്ട അടിപൊളി ഫില്ലിങ്സ് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത്. സൂപ്പറാണ്. നമ്മൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതേ ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിലും അങ്ങനെ തന്നെ എപ്പോഴും നമ്മളെല്ലാ സംഭവങ്ങളും വൈകിട്ട് ഉണ്ടാക്കുള്ളൂ കേട്ടോ. പക്ഷേ സംഭവം സൂപ്പറായിരുന്നു കേട്ടോ. നമുക്ക് ഒരു നേരത്തെ ഫുഡായിട്ട് ഈ സംഭവം കഴിച്ചാൽ മതിയിട്ട് രാത്രിയാണ്. അപ്പോൾ മോർണിംഗ് ഒക്കെ ആയിട്ട് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. അടിപൊളി 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 സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ ഉണ്ടാക്കിയെന്ന് അറിയാം. ഇപ്പോൾ വൈറൽ റെസിപ്പി ആയിട്ടുള്ള ഇഡ്ലി ചെമ്പിൽ നമ്മൾ ചിക്കനും കോഴിമുട്ടയൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സംഭവമില്ലേ, ഒരു സാലഡ് പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉള്ളിൽ മറ്റേ ഇത് ചപ്പാത്തിയിലാട്ടോ നമ്മൾ റോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഒന്ന് മസാല പരത്തി വെക്കാം കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി ഇട്ടോ കേട്ടോ. അപ്പോൾ ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നിങ്ങളോട് പറയാൻ മറന്നു കേട്ടോ. അപ്പോൾ നിങ്ങളത് മറക്കാതെ ചെയ്തോളൂ. എന്നിട്ട് ഇതെല്ലാം കൂടി മസാല പരത്തിയിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് എടുത്ത് വയ്ക്കാം കേട്ടോ. 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ അതേ ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പും മുളകും എല്ലാം പിടിച്ചിട്ടുണ്ട്. മുളകല്ല കുരുമുളക് പൊടിയിട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഡ്ലി ചെമ്പ് റെഡിയാക്കാം. ഞാൻ അപ്പോൾ അതേ ഫസ്റ്റ് മുകളിലത്തെ നമ്മുടെ 5 തട്ടുള്ള ഇഡ്ലി ചെമ്പില്ലേ അതെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇതേ ഒരു 4-5 വറ്റൽ മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ കുഞ്ഞ് വെളുത്തുള്ളി അല്ലിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു 10 വെളുത്തുള്ളി ഇട്ട് വെച്ചിട്ട് അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ നമ്മുടെ ചിക്കനും 2 തട്ടിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 കോഴിമുട്ട. അപ്പോൾ ചെറിയ നമ്മുടെ ഒരു മീഡിയം നല്ല വെളുപ്പുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഇഡ്ലി തട്ടിൽ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച പോലെ വന്നിട്ട് നമ്മുടെ ഈ കോഴിമുട്ട ഇല്ലേ, കോഴിമുട്ട ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഒന്ന് ഇങ്ങനെ നമ്മൾ പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. പിന്നെ ഇതിന് നിറഞ്ഞു പോകുന്നില്ല, കറക്റ്റ് പാകത്തിനുള്ള കോഴിമുട്ടയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വലിയ നിറഞ്ഞങ്ങോട്ട് പോയിട്ടുള്ള അലമ്പ് പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതേ 2 കോഴിമുട്ടയും ഞാൻ നമ്മുടെ 2 ഇഡ്ലി തട്ടിലും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. നമ്മുടെ ഇഡ്ലി തട്ട് ചിക്കനും മുളകും ഒക്കെ കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാൻ തന്നെ നല്ല അടിപൊളി ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ 2 കോഴിമുട്ട എന്താ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതിലിരുന്നിട്ട് തന്നെ നമ്മുടെ മുട്ടയും ചിക്കനും ഒക്കെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് മൂടി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല മണമൊക്കെ എടുത്തപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനും നമ്മുടെ മുട്ടയും ഒക്കെ വെന്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഒരു ചെറിയ പീസാക്കി എടുക്കാം. നമ്മളപ്പോൾ എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതേ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ക്യാരറ്റ്, ക്യാബേജ്, തക്കാളി, ഒരു സബോള എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ചൂടാറാൻ വെക്കണം. ചൂടാറിയതിന് ശേഷമാണ് മുട്ട കറക്റ്റായിട്ട് ഇങ്ങോട്ട് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഞാൻ അതവിടെ ചൂടാറാൻ വെക്കട്ടെ. ഇപ്പം നിങ്ങൾക്ക് വെജിറ്റബിൾസ് എടുക്കുമ്പോൾ ഏത് വേണമെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞില്ലേ, ഏത് വേണമെങ്കിൽ എടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ഉള്ളിൽ നമ്മൾ ചപ്പാത്തിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ചപ്പാത്തി ഇതേ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 5 ചപ്പാത്തി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നന്നായിട്ട് കുറച്ച് നേരം മുന്നേ ഒന്ന് കുഴച്ച് വെച്ചിട്ടുള്ള ചപ്പാത്തി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒപ്പം തന്നെ ബ്രെഡിൻ്റെ ഉള്ളിലാണ് എല്ലാവരും വെക്കുന്നത്. അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ച് നോക്കിയാൽ നമുക്ക് വൈകുന്നേരത്തേക്ക് ഈ വിശപ്പും മാറുമല്ലോ. അപ്പോൾ അതേ ഞാൻ ചപ്പാത്തി ഒന്ന് വേഗം ഒന്ന് പരത്തിയിട്ട് വരാം കേട്ടോ. അടുത്തായിട്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ നമ്മൾ ഈ വറ്റൽമുളകും വെളുത്തുള്ളിയും എടുക്കട്ടെ. നമുക്കൊരു മയോണൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ കോഴിമുട്ടയില്ലേ അതും കൂടി എടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ നമുക്കതൊന്ന് പേസ്റ്റാക്കി ഒരു മയോണൈസ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതേ സംഭവം സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടാൽ നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതേ ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് നമ്മുടെ ഞാൻ എന്താ പറയുക പാലാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തത്. ചിലർക്ക് ചീസും ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക ചെയ്തേട്ടാ. പിന്നെ കുരുമുളക് പൊടി ഇടാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. ഞാനൊന്ന് അടച്ച് നമ്മുടെ ഒന്നടിക്കാൻ നോക്കിയപ്പോഴാണ് അയ്യോ കുരുമുളക് പൊടി ഇട്ടിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടതേ രണ്ടാമത് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും മറക്കാതെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ടതേ നിങ്ങൾക്ക് ആവശ്യാനുസരണം എങ്ങനെയാണ് എരിവ് വേണ്ടതെന്ന് വെച്ചൊക്കെ എടുക്കാൻ പോകുന്നത്. വറ്റൽ മുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യാനുസരണം ഇട്ടാൽ മതി കേട്ടോ. നല്ലൊരു ടേസ്റ്റുള്ള മയോണൈസ് ആയിരുന്നു കേട്ടോ. കണ്ട അപ്പോൾ സെറ്റപ്പ് ആയിട്ടുണ്ട്, കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. നല്ല നല്ല ടേസ്റ്റുള്ള മയോണൈസ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ഇല്ലേ അതൊക്കെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നമുക്ക് ചെറിയ ചെറിയ പീസാക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് നുള്ളി കൈ കൊണ്ട് കണ്ട നല്ലോണം അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു പാത്രത്തിലേക്ക് നുള്ളി എടുത്തു. അപ്പോൾ ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബട്ടർ എടുത്തിട്ട് ഒന്ന് ചുട്ടെടുക്കാമെന്ന് വെച്ചപ്പോൾ ബട്ടർ ഒന്ന് പരത്തി കൊടുത്തിട്ട് അപ്പോൾ ബട്ടറിലൊന്ന് ചപ്പാത്തി ചുടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുകളിൽ പരത്തി കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ചപ്പാത്തി ഒന്ന് വേഗം നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 5 ചപ്പാത്തി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വേഗം ചുട്ടെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ മയോണൈസ്
നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിൽ എടുക്കാം, ഒരു പ്രശ്നവുമില്ല. ക്യാപ്സിക്ക, കുക്കുംബറ എന്ത് വേണമെങ്കിൽ എടുക്കാം, അങ്ങനൊരു പ്രത്യേകതയൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇത് നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറ് നിറയും കേട്ടോ. ഒരെണ്ണം കഴിച്ചപ്പോഴേക്കും നമ്മുടെ വയറൊക്കെ നിറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതൊന്നും വാട്ടിയിട്ടൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ പച്ചക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഉപ്പ് ഇപ്പോൾ ഒന്നും ഇട്ടിട്ടില്ല, നമ്മൾ മയോണൈസിൽ ഇടുമ്പോഴും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാം ഉപ്പൊക്കെ നോക്കുക. ഞാൻ ഉപ്പൊന്ന് നോക്കി നോക്കുക, എങ്ങനെയുണ്ട് ഉപ്പ് എങ്ങനെ ഉണ്ടോ എന്ന് നോക്കി നോക്കുക. പിന്നെ ഞാൻ ആവശ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എത്രയാണ് വേണ്ടതെന്നുള്ളതെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതായത് നമ്മുടെ ഈ മയോണൈസ് ഇല്ലേ ഇതേ, അത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ സാലഡിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ സാധനം ഒറ്റയ്ക്ക് കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ എനിക്ക് തോന്നിയത്. നമുക്കൊരു നേരത്തേക്ക് ഭക്ഷണമായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയാണ്. കുട്ടികൾക്കും എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമ്മുടെ ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ട് വന്നിട്ട് നമുക്ക് ചൂടോടെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ചപ്പാത്തിയുടെ ഉള്ളിൽ റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായി തന്നെ മിക്സ് ചെയ്യണം. നമ്മുടെ ഈ സാലഡ്, നമ്മുടെ ഈ വെജിറ്റബിൾസിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ മയോണൈസ് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സായി വരണം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം സെറ്റായിട്ട് ഞാൻ കുറച്ച് നേരം മൂടി വെച്ച് കൂട്ടാം. എന്നിട്ട് തുറന്ന് നോക്കി നമ്മുടെ ചപ്പാത്തി ചൂടോടെ തന്നെ ഞാൻ എടുത്തിട്ട് നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മിക്സ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അധികമായിട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. ചപ്പാത്തി ചെറിയൊരു ചൂടും ഉണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മൾ ഷവർമ്മയ്ക്കൊക്കെ ഒന്ന് റോൾ ചെയ്യില്ലേ, അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല, സൂപ്പറായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കണ്ട ഫില്ലിങ്സൊക്കെ കണ്ടില്ലേ, നമുക്ക് ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് നിറയും കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തതും അങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു 4 എണ്ണത്തിലേക്കുള്ളതായിട്ട് എടുത്തുള്ളൂ. 4 എണ്ണത്തിലേക്കുള്ള ഫില്ലിങ്സ് നന്നായി ഉള്ളിൽ ഫില്ലിങ്സ് കൊടുത്തു. അപ്പോൾ തന്നെ 4 എണ്ണം കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മതിയായി കേട്ടോ. അപ്പോൾ നല്ലോണം വയറൊക്കെ നിറഞ്ഞു, അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇനി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. സംഭവം സൂപ്പറാണ്. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.